നമുക്കിന്ന് മെഹന്തി ഡിസൈൻസിൻ്റെ ഡേ 9 നോക്കിയാലോ. ഡേ 8 വരച്ച അതേ ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ 9, 10 വരച്ചിട്ടുള്ളത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് എനിക്ക് മടിയായതുകൊണ്ട് കുഞ്ഞു കാര്യങ്ങളാണ് എല്ലാത്തിലും വരച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ എടുക്കുന്നത് അമ്മയാണ്, അതുകൊണ്ട് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഉടനെ തന്നെ, അതായത് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിച്ച് എൻ്റെ യൂട്യൂബിനൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും. അതിന് നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കുക. ആദ്യം തന്നെ നമ്മൾ ഡേ 9 എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മളിത് ഇതേപോലൊരു കുത്തിടുകയാണ്. എന്നിട്ട് ആ കുത്തിന് ചുറ്റും വട്ടം, കുത്തല്ല, ഒരു കുഞ്ഞു വട്ടം വരച്ചിട്ട് അത് മൊത്തം ഒന്ന് കറുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ഒരു വലിയ വട്ടം വരയ്ക്കുക. എന്നിട്ട് നമ്മളിതാ ഇതേ കണക്ക് ഇങ്ങനെ പോലെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും നമ്മൾ കുറേ ഹമ്പുകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എൻ്റെ ഹമ്പ് പലതും പല വഴിക്കാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളത് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അങ്ങ് ശ്രദ്ധിച്ച് നന്നായിട്ട് വരയ്ക്കുക. എൻ്റെ ഹമ്പിന് പലതിനും പല നീളവും പല വീതി അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കൈയെടുക്കാണ്ട് നിങ്ങൾ എത്രത്തോളം വരയ്ക്കുന്നോ അത്രത്തോളം നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് എനിക്കിപ്പോൾ എന്തായാലും കൈയെടുത്തിട്ട് ആണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഹമ്പ് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈലാഞ്ചിയുടെ ഡിസൈൻ ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തും കൂടെ നമ്മളിതാ ഇതേ കണക്ക് കുഞ്ഞു ഹമ്പുകളാണ് നമ്മളിതിൽ വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാൻ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് വരച്ചോളാം. എനിക്കെന്തായാലും പ്രത്യേകിച്ച് പ്ലാനും ഐഡിയ ഒന്നും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. പിന്നെ ഞാനിതെന്തിനാണ് ഇങ്ങനെ അറിയാൻ വയ്യാണ്ട് എടുത്തിടുന്നതെന്ന് ചോദിച്ചാൽ, മൈലാഞ്ചി വരയ്ക്കാൻ പഠിക്കുന്ന ആൾക്കാർ എന്താണേലും ഇങ്ങനെയൊക്കെ വരയ്ക്കുള്ളൂ. പിന്നെ എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളെയൊക്കെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും, എൻ്റെ കുഞ്ഞു ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വലിയ വീതിയുള്ള ഹമ്പുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ പലതും പല വഴിക്കൊക്കെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കേട്ടോ. നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാക്സിമം വരയ്ക്കുക. പകുതി നമ്മൾ വരച്ച് വരുമ്പോഴേ നമ്മളുടെ കൈ കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കൈ എടുക്കുന്നത്. ഇതേപോലെയാണ് കിട്ടുക. ഇതിപ്പോൾ എന്തോ പോലെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, നമ്മൾ വരച്ച് പഠിക്കുന്നതല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുകൂടെ ഇതിങ്ങനെ അങ്ങ് വരയ്ക്കുക. എൻ്റെ മൈലാഞ്ചി തീരാറായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മൈലാഞ്ചി എനിക്ക് അത്ര സുഖിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരിടയ്ക്ക് ഇതെനിക്ക് കയ്യിൽ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നെയും ഇങ്ങനെ വരുന്നുണ്ട്. തീരാറായതിൻ്റെതാണ് എന്ന് ഓർത്ത് ഞാനിങ്ങനെ സമാധാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വട്ടമാണോ എന്ന് ചോദിച്ചാൽ വട്ടമാണ്, എന്നാൽ വട്ടമല്ല, അങ്ങനത്തെ ഒരു ഇതായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് പോകണം. ഇങ്ങനത്തെ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത് വരച്ചിട്ടുള്ള ഇതളില്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള സാധനം. പക്ഷെ വരച്ച് വന്നപ്പോൾ വേറെ എന്തുകൊണ്ടൊക്കെ ആയി പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ അത് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ വല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളുടെ വീഡിയോ ഒക്കെ ഷേക്കാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അമ്മയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡും ലൈറ്റും ഒന്നുമില്ല നമുക്ക്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ നേരത്തെ ആനേനെയും ചേനേനെയൊക്കെ വരച്ചതിൻ്റെയാണ് ആ സൈഡിൽ നിങ്ങൾ കാണുന്നത്. ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. കണ്ടോ, ഇത് കുഞ്ഞായിട്ട് പോയിട്ടുണ്ട്. നിങ്ങളത് കുറച്ച് വലുതാക്കിയിട്ടൊക്കെ അങ്ങ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇത് വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് ഞാനിപ്പോൾ വരച്ച് വന്നിട്ടുള്ളത്. നേരെ എല്ലാം ഒരേ ഷേപ്പിൽ ഇതിൽ നിങ്ങൾ വരയ്ക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. കണ്ടോ, ഇതേപോലെ അങ്ങ് മൊത്തം വരച്ച് കൊടുക്കുക. തീരാറായിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ലാസ്റ്റ് ഇത് വരച്ച് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഇതളിൻ്റെ അകത്ത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇതേ കണക്ക് കുത്തിട്ട് കൊടുക്കുക. കുത്ത് ഇല്ലെങ്കിൽ ആ ഇതളിൻ്റെ ഇടയ്ക്ക് വര വരയ്ക്കുക. ഞാനിപ്പോൾ എന്തായാലും വര വരയ്ക്കാനുള്ള മടി കാരണം കുത്തിട്ടിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ,
ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഇതേപോലെ കുത്തിട്ട് അങ്ങനെ ഫുൾ ഭാഗവും ഇതേ കണക്ക് കുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇനിയും വരാം. നമ്മളുടെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ അവസാനമുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.